Dear students, welcome to Learner's World. In this video, I'm going to talk about Model Question Paper Analysis 2025, FAUGP, BSc Humanities and other BA programs, 3rd semester, Calicut University. Time 1.5 hours ആണ്, maximum marks 50 ആണ്. 3 sections ആണ്. Section A എന്ന് പറയുന്നത് 3 sentences ആൻസർ ചെയ്യാനുള്ളതാണ്. All questions can be attempted. Ceiling 15 ആണ്. ഒരു ക്വസ്റ്റ്യന് കിട്ടുന്ന മാർക്ക് 3 മാർക്കാണ്. ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 100 വേർഡ്സിൽ എഴുതാനുള്ള ഒരു ആൻസറാണ്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ് കിട്ടുന്നത്. സീലിംഗ് 20 ആണ്. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റംപ്റ്റഡ്. നെക്സ്റ്റ് സെക്ഷൻ സി എന്ന് പറയുന്നത് ഒരു ലോങ് എസ്സേ ആണ്. 200 വേർഡ്സിന് എഴുതാനുള്ള ഒരു എസ്സേ ആണ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ ചെയ്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത് 15 മാർക്സ് ആണ്. ഓക്കെ, സെക്ഷൻ എ 3 മാർക്സ് ഈച്ച്. ആൻസർ ഇൻ നോട്ട് മോർ ദാൻ 3 സെൻറ്റൻസസ്. 3 സെൻറ്റൻസസിൽ കൂടുതലായിട്ട് എഴുതാൻ പാടില്ല. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ക്യാമ്പയിൻ എമ്മ വാട്സൺ സ്പോക്ക് അബൌട്ട് ഇൻ ഹെർ സ്പീച്ച്? എമ്മ വാട്സൺ തൻ്റെ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള ആ ക്യാമ്പയിൻ്റെ പേരെന്തായിരുന്നു? ഇത് ഹി ഫോർ ഷേ ബൈ എമ്മ വാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Emma Watson spoke about the He for She campaign. It is United Nations movement for gender equality. It calls on men to support women's rights and gender discrimination. അപ്പോൾ അവർ തൻ്റെ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാമ്പയിൻ ഹി ഫോർ ഷേ ആണ്. ഒരു യുണൈറ്റഡ് നാഷൻസ് മൂവ്മെൻറ്റ് ആണ് ഈ ഒരു ഹി ഫോർ ഷേ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വുമൻസ് റൈറ്റ് ആണ് ഇതിൽ പറയുന്നത്. അതേപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ പറയുന്നുണ്ട്. Then, who are the 2 characters involved in the telephone conversation? ആരൊക്കെയാണ് ആ ഒരു 2 ക്യാരക്ടേഴ്സ് ടെലിഫോൺ കോൺവെർസേഷൻ ബൈ ഹോലെ സോയിങ്ക? The 2 characters are Mrs. B and the African man. The conversation is about renting a room, which reveals the issues of racial prejudice. Next, why is Suba considered a burden by her family? എന്തുകൊണ്ടാണ് സുബ തൻ്റെ ഫാമിലിക്ക് ഒരു ബേർഡൻ ആയത്, ഒരു ഭാരമായി തോന്നിയത്? സുബ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഈ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സുബ ഈസ് കൺസിഡേർഡ് എ ബേർഡൻ ബിക്കോസ് ഷീ ഈസ് ഡഫ് ആൻഡ് ഡം. ഹർ ഫാമിലി ഫീൽസ് ഷീ കാനോട്ട് ബ്രിങ് പ്രൈഡ് ഓർ വെൽത്ത് ടു ദം ആൻഡ് ഹർ മാരേജ് പ്രോസ്പെക്ട്സ് ആർ പുവർ. സുബ ഒരു ഡഫ് ആൻഡ് ഡം ഗേൾ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിക്ക് അതൊരു ബേർഡനാണ്. കാരണം അവളൊരിക്കലും വെൽത്തും പ്രൈഡൊന്നും കൊണ്ടുവരില്ല. അവളൊരു ബേർഡനാണ് അവളുടെ ഫാമിലിക്ക്. നെക്സ്റ്റ്, ഹു കോയിൻ ദ ടേം പോർട്ട്മാൻറ്റോ ബയോട്ട? വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? ഈ ഒരു ടേം ആരാണ് കോയിൻ ചെയ്തത്? ഇത് എന്തുകൊണ്ട്, എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇത് കൊളോണിയലിസം ആസ് ആൻ ഇക്കോളജിക്കൽ വാട്ടർഷെഡ് ബൈ മാധവ് ഗാഡ്ജിൽ ആൻഡ് രാമചന്ദ്ര ഗുഹ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടേം കോയിൻ ബൈ ആൽഫ്രഡ് ക്രോസ്ബി ടു ഡിസ്ക്രൈബ് ദ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഡിസീസസ് ദാറ്റ് യൂറോപ്യൻസ് ബ്രോട്ട് വിത്ത് ദം ഡ്യൂറിങ് കോളനൈസേഷൻ, ഓഫൻ ലീഡിങ് ടു എൻവയൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഡിസ്റപ്ഷൻസ്. ഈ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ആൽഫ്രഡ് ക്രോസ്ബിയാണ്. ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതായത് യൂറോപ്യൻസ് കോളനൈസേഷൻ്റെ ആ ഒരു ടൈമിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഡിസീസസ്, ആനിമൽസ്, പ്ലാന്റ്സ്, ഇതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേമാണ് പോർട്ട്മാൻറ്റോ ബയോട്ട എന്ന് പറയുന്നത്. Next, how does Feynman describe the relationship between atoms and the universe in the poem? A Universe of Atoms and Atom in the Universe by Richard Feynman. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഫെയ്ൻമാൻ ആറ്റവും യൂണിവേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഫെയ്ൻമാൻ ഡിസ്ക്രൈബ്സ് ദാറ്റ് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം ആറ്റം. അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് ഈ ഒരു പ്രപഞ്ചത്തിലെ എല്ലാം ആ ഒരു സെയിം ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ ഷോസ് ദ യൂണിറ്റി ഓഫ് നേച്ചർ കണക്റ്റിംഗ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ടു ദ വാസ്റ്റ് കോസ്മസ്. വാട്ട് ഈസ് ഗുഡ് ടെക്നോളജി അക്കോർഡിംഗ് ടു ഗ്യാംബലിൻ? ഗ്യാംബലിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഗുഡ് ടെക്നോളജി എന്ന് പറയുന്നത്? ഇത് ഹൗ എത്തിക്സ് വിൽ ചേഞ്ച് ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി, ടെഡെക്സ് ടോക്സ് ബൈ ഒലിവിയ ഗ്യാംബലിൻ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഗ്യാംബലിൻ, ഗുഡ് ടെക്നോളജി സ്റ്റാർട്ട് വിച്ച് റെസ്പെക്ട് എത്തിക്സ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസും എത്തിക്സും റെസ്പെക്റ്റ് ചെയ്യുന്നത് അതാണ് ഗുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഡിസൈൻ ടു ഇംപ്രൂവ് ലൈഫ്, നോട്ട് ടു ഹാം പീപ്പിൾ ഓർ ദ എൻവയൺമെൻറ്റ്.
Something in me told me that there was a problem. What is the significance of this statement by മൈലമ്മ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത് എക്സെപ്റ്റ് ഫ്രം മൈലമ്മ ദ ലൈഫ് ഓഫ് എ ട്രൈബൽ എക്കോ വാരിയർ ബൈ ജ്യോതിബായ് പരിയാടത്ത്. മൈലമ്മ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് അവയർനെസ് ആൻഡ് കറേജ് ടു ഫൈറ്റ് ഇൻജസ്റ്റിസ്. അനീതിക്കെതിരെ പോരാടാനുള്ള അവരുടെ അവയർനെസ്, അതുപോലെ അവരുടെ കറേജ്, അവരുടെ ധൈര്യമൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത്. ഷീ സെൻസ്ഡ് ദ ഹാം കോസ്ഡ് ബൈ കൊക്കോളാസ് പൊല്യൂഷൻ ഇൻ ഹർ വില്ലേജ് ആൻഡ് സ്റ്റുഡ് അപ്പ് ഫോർ ദ ട്രൂത്ത്. അവളുടെ സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു വ്യക്തിയാണ്. കൊക്കക്കോള കാരണം ഉണ്ടായിട്ടുള്ള പൊല്യൂഷൻ, അവരുടെ വില്ലേജിൽ ഒരുപാട് കൊക്കക്കോള മൂലം ഒരുപാട് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ആളാണ് മൈലമ്മ. സെക്ഷൻ ബി 5 marks each. ആൻസർ ഇൻ നോട്ട് മോർ ദാൻ 100 words. 100 വേർഡ്സിന് എഴുതാനുള്ള ആൻസറാണ്. ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കാണ് കിട്ടുന്നത്. ഡ്രാഫ്റ്റ് ആൻ ഇമാജിനറി കോൺവെർസേഷൻ വിത്ത് എ പേഴ്സൺ വിത്ത് എ ഡിഫറെൻറ്റ് ബയസ് ടു അണ്ടർസ്റ്റാൻഡ് ദിയർ പെർസ്പെക്റ്റീവ്. അതായത് ഒരു ഇമാജിനറി കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള, നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ലാത്തൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നടത്തുന്ന ഒരു ഇമാജിനറി കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. വൈ ഡു യു തിങ്ക് മെൻ ഷുഡിൻ ഡു ഹൗസ് ഹോൾഡ് ചോർസ്? അപ്പോൾ ഒരു വ്യക്തിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പുരുഷന്മാർ വീട്ടിലെ ജോലികൾ ചെയ്യരുത് എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു വ്യക്തി പറയാണ്, ബിക്കോസ് ഇറ്റ്സ് വുമൻസ് ഡ്യൂട്ടി അറ്റ് ഹോം. അതായത് വീട്ടു ജോലി ചെയ്യുന്നത് സ്ത്രീകളുടെ ഡ്യൂട്ടിയാണ്. ബട്ട് ഡോണ്ട് യു തിങ്ക് ബോത്ത് ഷുഡ് ഷെയർ ദ വർക്ക് സിൻസ് ബോത്ത് ആർ വർക്കിംഗ് ഔട്ട്സൈഡ് ടു? അതായത് രണ്ടുപേരും പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് അകത്തും അതുപോലെ ഷെയർ ചെയ്തുകൂടാ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ് ദാറ്റ് വേ. മേ ബി യു ആർ റൈറ്റ്, ഷെയറിങ് കുഡ് റെഡ്യൂസ് സ്ട്രെസ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, ഒരു പക്ഷേ നിങ്ങൾ പറയുന്നതായിരിക്കാം ശരി. ഷെയറിങ് എന്ന് പറയുന്നത് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്ന ആ വ്യക്തി പറയാണ്. എസ്, ഇക്വാലിറ്റി മീൻസ് ഷെയറിങ് ബോത്ത് റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്റ്റ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ സ്പീക്കർ പ്രപ്പോസ് ദാറ്റ് എത്തിക്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഫ്യൂച്ചർ ടെക്നോളജി? എങ്ങനെയാണ് സ്പീക്കർ പറയുന്നത് എത്തിക്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെക്നോളജിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ദ സ്പീക്കർ സേസ് ദാറ്റ് ടെക്നോളജി ഷുഡ് ഓൾവേസ് ഇൻക്ലൂഡ് എത്തിക്കൽ തിങ്കിങ്. Without ethics, invention can harm humanity or the planet. By combining ethics with innovation, technology can serve society responsibly and ensure sustainable progress. അതായത് ടെക്നോളജിയിൽ എപ്പോഴും എത്തിക്കൽ തിങ്കിങ് അടങ്ങിയിട്ടുണ്ട്. അതായത് എത്തിക്സ് ഇല്ലെങ്കിൽ അത് ഹ്യൂമാനിറ്റീനെ, പ്ലാനറ്റിനൊക്കെ അത് മോശമായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടെക്നോളജിയിൽ എത്തിക്സ് അടങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. How does Emerson use water as a metaphor to reflect on the dual nature of existence, its power to both nurture and annihilate? എങ്ങനെയാണ് എമേഴ്സൺ വാട്ടറിനെ ഒരു മെറ്റഫറായിട്ട് ഡ്യുവൽ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, രണ്ട് രീതിയിലുള്ള എക്സിസ്റ്റൻസ് എങ്ങനെയാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഒരേ സമയം നർച്ചറുമാണ് അനിഹിലേറ്റുമാണ്. Emerson uses water as a symbol of life and destruction. It gives life to all living things, showing its nurturing power. But it can also cause flood and death, revealing the destructive side of nature. This shows the balance and mystery of existence. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് ഇതിൽ പറയുന്നുണ്ട്. അതായത് വാട്ടർ എന്ന് പറയുന്നത് ഒരേ സമയം നർച്ചറിങ്ങുമാണ്, ഡിസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നർച്ചറിങ് പവറായിട്ട് നിലകൊള്ളുന്നുണ്ട് ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വാട്ടർ മൂലം ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്, ഡെത്ത് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഡിസ്ട്രക്റ്റീവ് സൈഡ് ഓഫ് നേച്ചറിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, when we started the Green Belt movement, in what ways did the Green Belt movement serve as both an ecological and social revolution for Kenyan women? അതായത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് ഏത് രീതിയിലാണ് ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ റെവല്യൂഷൻ കെനിയൻ വുമനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ലെഡ് ബൈ വാങ്കാരി മാത്തൈ എൻകറേജ്ഡ് വുമൻ ടു പ്ലാന്റ് ട്രീസ്. ഇറ്റ് റെസ്റ്റോർഡ് ദ എൻവയൺമെൻറ്റ് ആൻഡ് എംപവേർഡ് വുമൻ ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി. അതായത് ഈ ഒരു മൂവ്മെൻറ്റ് സ്ത്രീകളെ ട്രീസ് പ്ലാന്റ് ചെയ്യാൻ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഒരേ സമയം പരിസ്ഥിതിയെ റിസ്റ്റോർ ചെയ്യാനും സ്ത്രീ ശാക്തീകരണം, അതായത് സ്ത്രീ ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി എംപവേർഡ് ആവാനൊക്കെ കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
women gained self-confidence, income, and leadership roles, making it both an ecological and social revolution. Next, how does Kushwan Singh portray the danger of falling into blind faith and superstitions through portrayal of ഗുംഗാറാം? ഗുംഗാറാമിൻ്റെ ആ ഒരു ചിത്രീകരണത്തിലൂടെ എങ്ങനെയാണ് കുശ്വാൻ സിംഗ് ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്, ഇതിലൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഡേഞ്ചറസ് സിറ്റുവേഷൻ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? Kushwan Singh shows Gungaram as a sincere but superstitious servant. His blind faith in astrology makes him ignore practical safety. Through his death, Singh warns against unthinking belief and stresses the need for reason and awareness. അദ്ദേഹം ഗുംഗാറാമിലൂടെ പറയുന്നത്, ഗുംഗാറാം വളരെ സിൻസിയറായിട്ടുള്ള പക്ഷേ ഒരു അന്ധവിശ്വാസമൊക്കെയുള്ള ഒരു സെർവൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ഈ ഒരു അന്ധവിശ്വാസം മൂലം പ്രാക്ടിക്കൽ സേഫ്റ്റി ഇഗ്നോർ ചെയ്തു. അതായത് ആ പാമ്പിന് എന്നും പാല് കൊടുക്കുമായിരുന്നു, പക്ഷെ അത് തിരിഞ്ഞ് ഗുംഗാറാമിനെ കൊത്തി, അത് ഗുംഗാറാമിൻ്റെ മരണത്തിന് കാരണമായി. ത്രൂ ഹിസ് ഡെത്ത്, സിംഗ് വാൺസ് അഗെയിൻസ്റ്റ് അൺതിങ്കിങ് ബിലീഫ് ആൻഡ് സ്ട്രെസ്സസ് ദ നീഡ് ഫോർ റീസൺ ആൻഡ് അവയർനെസ്. അതായത് ഇതിൽ ഈ ഒരു ഗുംഗാറാമിൻ്റെ മരണത്തിലൂടെ കുശ്വാൻ സിംഗ് വാൺ ചെയ്യുകയാണ്. അതായത് ഇങ്ങനെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ സേഫ്റ്റി നമുക്ക് നഷ്ടപ്പെടും. അദ്ദേഹം റീസൺ ആൻഡ് അവെയർനെസ്സിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ഡിസബിലിറ്റി ഓഫ് ഐസൊലേറ്റ് എ പേഴ്സൺ ഹൗ, അതായത് ഡിസബിലിറ്റി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? Disabled people often face social neglect and misunderstanding. Society may treat them as weak or incapable, which leads to loneliness. Lack of inclusion in education and employment also deepens this isolation. അതായത് സമൂഹം അവരെ ഒരു വീക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകളെ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സണെ ഇൻകാപ്പബിളായിട്ട്. അത് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കാരണമാകുമെന്നാണ് പറയുന്നത്. അതുപോലെ അവർക്ക് വേണ്ടത്തെ എഡ്യൂക്കേഷനോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസോ ഇല്ലാത്തതൊക്കെ അവരെ ഒരു ഐസൊലേഷനിലേക്ക് നയിക്കും. ട്രാൻസ്പെറൻസി ഈസ് ക്രൂഷ്യൽ ഫോർ എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ് ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ കാർട്ടൂൺ പ്രിസ്ക്രൈബ്ഡ്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കാർട്ടൂണിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസിൽ. അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. The cartoons show how lack of transparency causes corruption and unfairness in business. Ethical business means being open and honest with customers, employees, and society. Transparency builds trust and prevents misuse of power. ഈ കാർട്ടൂൺസ് പറയുന്നത് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ബിസിനസ്സിൽ അഴിമതി ഉണ്ടാക്കും, അൺഫെയർ ആയിരിക്കും. എത്തിക്കൽ ബിസിനസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കും, വളരെ സത്യസന്ധമായിരിക്കണം കസ്റ്റമേഴ്സിനോടും എംപ്ലോയീസിനോടും സമൂഹത്തിനോടും ഒക്കെയാണെന്നാണ് പറയുന്നത്. അതുപോലെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, മിസ്യൂസ് ഓഫ് പവർ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സെക്ഷൻ സി, ആൻസർ ഇൻ നോട്ട് മോർ ദാൻ 200 വേർഡ്സ്. 200 വേർഡ്സിൽ കൂടുതൽ എഴുതാൻ പാടില്ല. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യാൻ മതി. 50 മാർക്സ് ആണ് കിട്ടുന്നത്. സയൻസ് വിത്തൗട്ട് എത്തിക്സ് ക്യാൻ ഹാം ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ ഡിസ്കസ്. എത്തിക്സ് ഇല്ലാത്ത സയൻസ് മനുഷ്യരെ ഹാം ചെയ്യും, അതുപോലെ പ്രകൃതിനെയും ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സയൻസ് ഗിവ്സ് ഗ്രേറ്റ് പവർ ടു ഇംപ്രൂവ് ലൈഫ്, ബട്ട് വിത്തൗട്ട് എത്തിക്സ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഡിസ്ട്രക്ഷൻ, ന്യൂക്ലിയർ വെപ്പൺസ്, പൊല്യൂഷൻ ആൻഡ് ജനറ്റിക് മിസ്യൂസ് ആസ് റിസൾട്ട് ഓഫ് അൺഎത്തിക്കൽ സയൻസ്. അതായത് സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും, പക്ഷേ എത്തിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നാശത്തിലേക്കാണ് നയിക്കുന്നത്. True science must aim for human welfare and environmental safety. Ethical guidelines ensure that technology so society not harms it. Scientists should think about long-term effects before applying discoveries. Balancing progress with moral responsibility is essential for a peaceful and sustainable future. Science with ethics brings harmony. Science without it brings disaster. അതായത് സയൻസ് എത്തിക്സോട് കൂടിയുള്ള സയൻസ് ആണെങ്കിൽ അത് ഹാർമണി കൊണ്ടുവരും, എത്തിക്സ് ഇല്ലാത്ത സയൻസ് ആണെങ്കിൽ അത് ഡിസാസ്റ്റർ, നാശമാണ് കൊണ്ടുവരുന്നത്. How can the balance between environmental conservation and human development be achieved in a world facing rapid population growth and climate change? എങ്ങനെയാണ് ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത്? അതായത് പരിസ്ഥിതി സംരക്ഷണവും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഒരു ബാലൻസ്, അതായത് ഒരു പെട്ടെന്നുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ
To balance development and conservation, we must adopt sustainable practices. Green technology, renewable energy, and eco-friendly industries can help reduce pollution. Government should promote education, family planning, and environmental awareness. അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പൊല്യൂഷനൊക്കെ കുറച്ച് നമുക്ക് എൻവയൺമെൻറ്റൽ പരിസ്ഥിതി സംരക്ഷണം ചെയ്യാൻ കഴിയും. അതുപോലെ ഗവൺമെൻറ്റ്സ് എഡ്യൂക്കേഷൻ, ഫാമിലി പ്ലാനിങ് ഇതൊക്കെ ഒരു അവയർനെസ്സൊക്കെ നൽകിക്കൊണ്ട് നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും. ഇക്കണോമിക് ഗ്രോത്ത് ഷുഡ് നോട്ട് ഡിസ്ട്രോയ് നേച്ചർ ബട്ട് work with it. Planting trees, protecting water sources, and reducing waste are vital. With collective effort and responsible planning, we can achieve progress without harming the planet. Next, appreciate the subtle portrayal of disability issues in cinema with reference to Indian scenario. Indian scenarioയുടെ അടിസ്ഥാനത്തിൽ ഡിസബിലിറ്റി ഇഷ്യൂസ് എങ്ങനെയാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത്. In Indian cinema has slowly changed its view on disability. Earlier films showed disabled people as objects of pity, but now they are portrayed with strength and individuality. Movies like Black, Tara Zameen Par, and Margaret with Straw highlight their struggles and talents. Such films create awareness and empathy in society. They show that disability is not weakness, but part of human diversity. Cinema thus plays an important role in promoting inclusion and respect for differently abled people. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ഡിസേബിൾഡ് പേഴ്സണോടുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറിയിട്ടുണ്ട്. ആദ്യം ഡിസേബിൾഡ് ആണ് എന്ന് പറയുന്ന സമയത്ത് ഒരു പിറ്റി ആണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അതൊരു സ്ട്രെങ്ത്തിൻ്റെ ഒരു പവറിൻ്റെ സിമ്പലായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് മൂവീസിൻ്റെ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ഫിലിംസിലൂടെയൊക്കെ സൊസൈറ്റിക്ക് ഒരു അവയർനെസ് നൽകുകയാണ് ചെയ്യുന്നത്. ഡിസാബിൾഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പിറ്റി അർഹിക്കുന്നവരല്ല, അവരൊരു സ്ട്രെങ്ത്